കുസൈൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെടികളുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. വർഷക്കാലം ആണല്ലോ, പുറത്ത് ചെടികളുടെ ചട്ടിയൊക്കെ വൃത്തികേടായിട്ടുണ്ട്. നമ്മൾ ഷെഡ് കെട്ടിയ ഭാഗത്തെ ചട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം, മഴയൊക്കെ നിന്നതിന് ശേഷം കേട്ടോ വൃത്തിയാക്കി, എന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഇടാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പുതിയ ചെടികൾ എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ചെടികൾ തീർന്നത് വരുന്ന സമയത്ത് വീഡിയോ ഇടാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്കായിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കലാത്തിയ പ്ലാന്റ് വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ്. പിന്നീടുള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ. ഇതും ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട ചെടിയാണ്. ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കമ്പ് കുത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഇനി മറ്റൊരു വെറൈറ്റിയായ അഗ്ലോണിമയാണിത്. ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന അഗ്ലോണിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അഗ്ലോണിമയാണ് കേട്ടോ. നല്ല ഭംഗിയാണിത്. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. ഈ ഒരു ചെടിയും ഒരുപാട് ആവശ്യക്കാരുള്ള ചെടിയാണ്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയുള്ളത് നല്ല സുന്ദരിയായ നീളൻ ഇലകളോട് കൂടിയ നല്ല പിങ്ക് ഷെയ്ഡായിട്ട് ലീഫുകൾ വരുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ തളിരിലകൾ വരുന്ന സമയത്ത്. അതുപോലെ തന്നെയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് വലിയ ചെടിയാവുമ്പോൾ നല്ല ഭംഗിയുള്ള ചെടിയാണ്. മൂൺഷൈ പ്ലാന്റ് ആണിത്. നല്ല ലൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ തളിരിലകൾക്ക്. നല്ല വലുപ്പം വെക്കുന്ന പ്ലാന്റാണ്. അതേപോലെ തന്നെ വെറൈറ്റിയായ ഒരു ഫെലഡൻഡ്രോൺ പ്ലാന്റാണിത്. കുഞ്ഞു ഇലകളൊക്കെ ആയിട്ട് നല്ലവണ്ണം പടർന്ന് കയറുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. ഈ ഒരു പ്ലാന്റ് കൂടുതലൊന്നും നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലില്ല. പിന്നീടുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ഗ്രീനും ക്രീമും കളറ് അഗ്ലോണിമ. ഇതും ഒട്ടുമിക്ക ആളുകൾക്കും ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയുള്ളത് നിറയെ പുള്ളികളും കുത്തുകളും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അഗ്ലോണിമ വർഗത്തിൽ ഈ ഒരു ചെടിയും നല്ല ഭംഗിയോടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണ്. ഇനി ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ഒട്ടുമിക്ക വെറൈറ്റികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൽ ഭംഗിയോടെ വളർന്നു നിൽക്കുന്ന ഒരു ഫെലഡൻഡ്രോണാണിത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നല്ല ഹെൽത്തിയായ നല്ല വലിയ പ്ലാന്റാണ്. ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമ ചെടിയാണ്. മുമ്പത്തെ ഞാനൊരു വീഡിയോ ഇട്ടതിന് ശേഷം ഇതിന് ഒരുപാട് ആളുകൾ ഉണ്ടായി വാങ്ങാൻ വേണ്ടി. അവർക്ക് ഫുള്ളായിട്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലകളിൽ ചുറ്റും പിങ്ക് കളറും മധ്യത്തിലുള്ള ലൈനും പിങ്ക് കളറായിട്ട്, പിന്നെ അതിൻ്റെ തളിരിലകൾ വരുന്നത് നല്ല പിങ്ക് കളറായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അതേപോലെ ഇതിൻ്റെ തണ്ടുകളും ലൈറ്റ് പിങ്ക് കളറിലാണ് വരുന്നത്. ഏറ്റവും ഭംഗി ഇതിൻ്റെ ഈ ഒരു പിങ്ക് കളറ് സൈഡിൽ വരുന്നത് തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ലീഫുകൾക്കൊരു പ്രത്യേക ഭംഗി. അതുപോലെ യെല്ലോ കളറും സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു ചെടിയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയുള്ളത് റെഡ് വാലന്റൈൻ ആണ്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഏറ്റവും കൂടുതൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് ആവശ്യക്കാരും ഒരുപാട് ഇറക്കുമതിയും ഒക്കെ നടന്നൊരു പ്ലാന്റാണിത്. നല്ല ഭംഗിയാണിത്. ഗാർഡനിൽ നമ്മൾ ചെടികൾക്കിടയിൽ ഈ ഒരു റെഡ് കളറിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് തന്നെ ഇതിന് തൈകളും ഉണ്ടാവും. അതുപോലെ പെട്ടെന്ന് ചീഞ്ഞൊന്നും പോവാത്തൊരു അഗ്ലോണിമയാണിത്. ഈ ഒരു ചെടി പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക്
ഹൈറ്റ് വെക്കുമ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുത്തി കൊടുക്കാം. കട്ട് ചെയ്ത ഭാഗം നമുക്ക് കുത്തി കൊടുത്തൊരു ചെടിയും ഉണ്ടാക്കാം. പിന്നെ കട്ട് ചെയ്ത ഭാഗത്ത് ഒരുപാട് തൈകൾ മുളച്ച് വരികയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അഗ്ലോണിമയാണ് റെഡ് വാലന്റൈൻ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഈ പ്ലാന്റ്. ഭംഗിയിൽ മികച്ചു നിൽക്കുന്ന ഒരു അഗ്ലോണിമയാണ് റെഡ് വാലന്റൈൻ. ഇതിൻ്റെ അതേ കളറ് പിങ്കും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ഒരു ചെടി ചോദിച്ച് ഒരുപാട് ആളുകൾ വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ചെടിയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയുള്ളത് സുന്ദരിയായ നമ്മുടെ പിങ്ക് ആൻഡ് ബ്ലാക്ക് കലാത്തിയ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം. കലാത്തിയ ചെടികളിലെ നല്ലൊരു സുന്ദരിയായ ചെടി തന്നെയാണ് ഇത്. ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ചേർത്ത് നമുക്ക് കലാത്തിയ ചെടിയെ നട്ടുകൊടുക്കുകയും ഓവർ വാട്ടറിങ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ കലാത്തിയ ചെടി നല്ല ഭംഗിയോടെ വളർന്നു വരും. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനിയുള്ളത് മോൺസ്റ്റേറയാണ്. മോൺസ്റ്റേറയുടെ ഒരു ഭംഗി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇൻഡോർ ആയിട്ട് ഭംഗിയോടെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. നമ്മുടെ ഡൈനിങ് ഹാളിലൊക്കെ നമുക്ക് കമ്പൊക്കെ വെച്ച് പടർത്തിയെടുക്കാൻ പറ്റിയ ഭംഗിയുള്ള ചെടിയാണ്. ഇതും നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കമ്പുകൾ കുത്തി പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇനി നമുക്ക് ഗ്രീൻ ആൻഡ് വൈറ്റിൽ മറ്റൊരു അഗ്ലോണിമ കാണാം കേട്ടോ. ആദ്യം കണ്ടതിൽ നിന്നും ഒരു വ്യത്യാസമായ അഗ്ലോണിമയാണിത്. നല്ല ഭംഗിയാണ്. നമുക്ക് ഗ്രീനും വൈറ്റും റെഡും എല്ലാം ചേർന്ന അഗ്ലോണിമ കളക്ഷനിൽ നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ്. ഇനിയുള്ളത് ഒരു വെറൈറ്റി അഗ്ലോണിമയാണ് കേട്ടോ. ഇത് അഗ്ലോണിമ സിൽവർ അല്ല, വെറൈറ്റി ഒരു അഗ്ലോണിമയാണ്. ഇതിൽ ഇടയ്ക്ക് ഇങ്ങനെ യെല്ലോയിഷ് കളറ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നീളൻ ലീഫൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ്. നല്ല ഗ്രീൻ കളറ്, അതിൽ പൂക്കളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യഭാഗത്തിലൂടെ ലീഫിന് ചെറിയൊരു പിങ്ക് കളറ് പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു അഗ്ലോണിമയുടെ വിശേഷങ്ങൾ. ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. സിൽവറും ഗ്രീനും കൂടെ ചേർന്ന നല്ല നീളൻ ലീഫുകളായിട്ട് നല്ല ഹെൽത്തിയായ ഭംഗിയുള്ള പ്ലാന്റാണ്. ഇനിയുള്ളത് അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റികളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു 2-3 ചെടികളുണ്ട്. അതിൽപ്പെട്ട ഒരിനാണിത്. ഒരു ചട്ടിയിൽ ഒരു തൈ തന്നെ മതി നമുക്ക് നല്ല ഭംഗിയോടെ കട്ടിയുള്ള ലീഫുകളൊക്കെ ആയിട്ട് വിടർന്ന് ചട്ടി നിറയെ നിൽക്കുന്ന ഒരു ചെടിയാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല സിൽവർ കളറും അതിൻ്റെ എഡ്ജിലൂടെ നല്ല ഗ്രീൻ കളറും ഒക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഒരു വെറൈറ്റിയാണിത്. സിൽവറും ഗ്രീനും കൂടെ ആകെ അങ്ങ് മിക്സ് ആക്കിയ പോലെ നല്ല വീതിയുള്ള ഇലകളും ഒക്കെ ആയിട്ടുള്ള ഒരു അഗ്ലോണിമ. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് വൈറ്റും ഗ്രീനും കൂടെ ചേർന്ന അത്യാവശ്യം നീളമുള്ള ലീഫുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള മറ്റൊരു ചെടി തന്നെയാണ് ഇത്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി കാണിക്കാൻ പോകുന്ന ഈ അഗ്ലോണിമയാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ വെറൈറ്റികളിൽ നമ്മുടെ ഓൺലൈൻ സെയിലിൽ വിറ്റുപോയത്. ഈ ഒരു ചെടിയും അതേ ഗണത്തിൽപ്പെടുന്ന ചെടിയാണ്. പ്ലാന്റ് പ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചെടികൾ അഗ്ലോണിമ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അഗ്ലോണിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അതിൽ വെറൈറ്റികളായ ഒരുപാട് ചെടികളുണ്ട്. ഇതിൽ എത്ര വെറൈറ്റി ആണുള്ളതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രയും വെറൈറ്റി നമ്മുടെ ഓൺലൈൻ സെയിലിൽ വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മിനിയേച്ചർ അല്ലാത്ത ആന്തൂറിയവും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ആന്തൂറിയം നല്ല റെഡ് കളറ് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ കണ്ട് നല്ല പീച്ച് കളറാണിത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഫെഡക്സിന് വൈറ്റും യെല്ലോയും കൂടെ ഷെയ്ഡാണ് ഉള്ളത്. ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിലതുപോലെ. നല്ല പിങ്കിൽ ഫെഡക്സിന് മാത്രം വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഫെഡക്സ് ഓറഞ്ച് കളറാണ്.
എന്നാൽ മറ്റതിൻ്റെ ഫെഡക്സ് 2 കളറും കൂടെ മിക്സ് ആയിട്ടാണ്. ഇത് ബീട്രൂട്ട് കളറുള്ള ഒരു ആന്തൂറിയാണ് കേട്ടോ. ഇതിന് യെല്ലോ ഫെഡക്സ്, ഇതിൻ്റെ ഫെഡക്സിന് കുറച്ച് നീളം കൂടുതലുണ്ട്. അതേപോലെ കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ഒരു 3 ടൈപ്പ് ചെടികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കാക്ടസ് ആണ് ഒന്ന്. രണ്ടാമത്തത് മറ്റൊരു കാക്ടസ്. എനിക്ക് കാക്ടസിൻ്റെ പേരുകളൊന്നും ശരിക്കും പഠിച്ച് വന്നിട്ടില്ല ഞാൻ, അതുകൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് കാണിക്കുന്നു എന്ന് മാത്രം. ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ സമയമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും ബെറ്ററായ ചെടിയാണ് കാക്ടസ്. കാരണം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അതുപോലെ ഒട്ടനവധി ആളുകൾക്ക് ആവശ്യമുള്ള ഒരു പ്ലാന്റാണ് ബിർക്കിൻ. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ ഒരു വെറൈറ്റി ആയ അഗ്ലോണിമയാണിത്. ഈ ഒരു അഗ്ലോണിമ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ് കേട്ടോ. ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന് നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെ ആയിട്ട് നല്ല വൈറ്റ് സ്റ്റെമ്മൊക്കെ ആയിട്ടുള്ള ഒരു അഗ്ലോണിമയാണ്. ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് കലാത്തിയ പ്ലാന്റ് ആണ്. ഈ ഒരു കലാത്തിയ നമ്മുടെ ഓൺലൈൻ സെയിലിൽ തീർന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് കൊടുക്കാനുണ്ടാവാത്ത ചെടി ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയുള്ളത് റെഡ് വാലന്റൈൻ്റെ തികച്ചും വ്യത്യസ്തമായ ഗ്രീനും വൈറ്റും കൂടെ ചേർന്ന അഗ്ലോണിമ ചെടിയാണിത്. ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇനി മറ്റൊരു കലാത്തിയ സുന്ദരിയെ നമുക്ക് പരിചയപ്പെടാം. കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് ചെടിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഭംഗിയുള്ള ചെടി എന്ന് തന്നെ നമുക്കിതിനെ വിശേഷപ്പെടുത്താം. കാരണം അത്രയും ഭംഗിയാണ് ഇതിലെ ഈ ഒരു വരകൾക്ക്. നല്ല പിങ്ക് കളറാണ് ഇതിന്. അങ്ങനെ കലാത്തിയ ചെടികളുടെയും അഗ്ലോണിമ ചെടികളുടെയും വലിയൊരു കളക്ഷൻ തന്നെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത്. പിന്നെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ അവിടെ വന്ന് ചെടികൾ കളക്ട് ചെയ്തോട്ടെ എന്ന്. നമുക്ക് ഓൺലൈൻ സർവീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വീടുമായിട്ട് നമ്മുടെ ബിസിനസ് ഒരു ബന്ധവും ഇല്ല. വീടിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിട്ട് നമ്മൾ ചെടികൾ സെയിൽ ചെയ്യുന്നില്ല. നമ്മൾ ഓൺലൈനായിട്ട് ഫോട്ടോയിൽ കാണിച്ച സെയിം പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരും. നമ്മൾ കൊറിയറാണ് അയക്കുന്നത്. ഒരുപാട് പ്ലാന്റുകൾ കാണിച്ച് മുഷിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇനി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള പ്ലാന്റുകളുടെയൊക്കെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിച്ച് ഹെൽത്തിയായി പ്ലാന്റ് കിട്ടി ഒരുപാട് സന്തോഷം അറിയിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അവർക്ക് ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ചെടികളും ഒക്കെയായി പുതിയ വീഡിയോസൊക്കെ ആയി ഞാൻ വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.